അല്ലേ 28-ാം തീയതി നമ്മുടെ പ്രേക്ഷക സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്നു 24-ന്റെ ഇതിന് ആശംസകൾ നേരുകയാണ് കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ ആളുകൾ. പ്രേക്ഷകരുടെ ഒത്തുചേരൽ ഏറെ കൗതുകമുണ്ടാക്കുന്നുവെന്ന് പാണക്കാട് മുനവർലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. കവി മണമ്പൂർ രാജൻ ബാബുവും നടി നിലമ്പൂർ ഐഷിയും പരിപാടിക്ക് ആശംസകൾ നേർന്നു. ലോക ടെലിവിഷനിൽ പുതുചരിത്രം 24 പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം. 24ന്റെ പ്രിയ അവതാരകരും കലാകാരന്മാരും ഫ്ലവേഴ്സ് ജനപ്രിയ താരങ്ങളും അണിനിരക്കുന്ന പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം. 24 പ്രേക്ഷകരുടെ മഹാസമ്മേളനത്തിന് കൊച്ചി വേദിയാകുമ്പോൾ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുകയാണ് കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ. പ്രേക്ഷകർ വാർത്തയിൽ ഇടപെടേണ്ടവർ കൂടിയാണെന്ന സന്ദേശമാണ് 24 മുന്നോട്ട് വയ്ക്കുന്നതെന്ന് കവി മണമ്പൂർ രാജൻ ബാബു. ഒരുപക്ഷെ ലോകത്താദ്യമായിരിക്കും ഇങ്ങനെ ഒരു സംസ്ഥാന സമ്മേളനം. പ്രേക്ഷകർക്ക് ഇത്രയും സ്ഥാനം കിട്ടുന്നത് അവർ അർഹിക്കുന്ന സ്ഥാനം തന്നെയാണ്. പക്ഷെ അത് പലപ്പോഴും ലഭിക്കാറില്ല. അത് ലഭിക്കുന്നു എന്നതാണ് ഈ സംസ്ഥാന സമ്മേളനത്തിന്റെ സവിശേഷത. ചരിത്രത്തിലാദ്യമായി പ്രേക്ഷക സമ്മേളനം ഒരു ടെലിവിഷൻ ചാനൽ നടത്തുമ്പോൾ ജനാധിപത്യത്തിന് അതൊരു വഴികാട്ടിയാകുമെന്ന് പാണക്കാട് മുനവറലി തങ്ങൾ. പ്രേക്ഷകരുടെ ഒരു കൂട്ടായ്മ, അവരുമായി സംഗമിക്കുന്ന ഒരു സമ്മേളനം തന്നെ സംഘടിപ്പിക്കാൻ 24 മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. അത് കൗതുകമുണ്ട്. ഇതിലൂടെ നമുക്ക് പ്രേക്ഷകരുടെ ഒരുപാട് ആവശ്യങ്ങൾ മനസ്സിലാക്കാനും അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനൊക്കെ സാധിക്കും. ഇതൊരു നല്ല മാതൃകയെന്ന് CPIM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ്. പ്രേക്ഷക സമ്മേളനം ഒരു നല്ല മാതൃകയാണ്. പ്രേക്ഷകർക്ക് ചാനലിനെ കുറിച്ച് പറയാനുള്ള അഭിപ്രായങ്ങൾ പറയാനും അത് കേട്ട് ചാനലുകളുടെ പ്രവർത്തനം സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും തിരുത്തലുകൾ വേണ്ടതുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെച്ചപ്പെടുത്തലുകൾ വേണ്ടതുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ നിർവഹിക്കാനും ഏറെ സഹായകരമാകും. നാടകനടി നിലമ്പൂർ ഐഷ സമ്മേളനത്തിന് ആശംസകൾ നേർന്നു. ധീരമായ ഈ കാൽവെപ്പിന് അഭിനന്ദിക്കുന്നു. ശ്രീകണ്ഠൻ നായരുടെ ചാനലിൽ പോവുക എന്ന് പറഞ്ഞാൽ അത് അഭിമാനം തന്നെയാണ്. അപ്പോൾ അവിടെ വെച്ച് നിങ്ങളുടെ ഈ പരിപാടി നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തീർത്താൽ തീരാത്തത്ര സന്തോഷവതിയാണ് ഞാൻ. 24 പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനുള്ള സൗജന്യ രജിസ്ട്രേഷൻ പുരോഗമിക്കുകയാണ്. ഈ മാസം 28-ന് കൊച്ചി രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് സമ്മേളനം. 24 മലപ്പുറം.